പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ദേവയാനിയോട് ചോദിക്കുന്നുണ്ടായിരുന്നു, വല്യമ്മ എന്തിനാ എപ്പോഴും ഇങ്ങനെ വാശി പിടിക്കുന്നത്? വല്യമ്മയ്ക്ക് അമ്പലത്തിൽ വെച്ചിട്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ, അതിങ്ങനെ ശരീരത്തിൻ്റെ ക്ഷീണമല്ല മോനെ, മനസ്സിൻ്റെ ക്ഷീണമാണെന്ന് പറയുകയും ചെയ്യും. ഇനിയിപ്പോൾ എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാൻ വയ്യ, നിങ്ങൾ എന്തായാലും അമ്പലത്തിലേക്ക് പോകാൻ ഇറങ്ങിയതല്ലേ, പോയിട്ട് വാ എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും എല്ലാവരും അമ്പലത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങുന്നുണ്ടായിരുന്നു. ഇറങ്ങുന്ന സമയത്താണ് രേവതി അനാമികയും കൂടെ നടക്കാൻ പോയി തിരിച്ചു വരുന്നത്. അപ്പോൾ രണ്ടുപേരും കൂടെ നടക്കാൻ പോയോ എന്നൊക്കെ ജയൻ ചോദിക്കുകയാണ്. അപ്പോൾ രേവതി പറയും, രാവിലെ നല്ല തണുപ്പല്ലേ, അതുകൊണ്ട് നടന്നു കഴിഞ്ഞാലൊന്ന് ശരീരമൊക്കെ ചൂട് പിടിച്ചോളൂ എന്നിങ്ങനെ പറയും കേട്ടോ. അനാമികയാണ് നടക്കാൻ പോകണമെന്ന് പറഞ്ഞതെന്നും കൂടെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ലതാണെന്ന് അജയനും പറയും. പിന്നീട് അവർ അമ്പലത്തിലേക്കും രേവതി അനാമികയും അകത്തേക്കും ചെല്ലുകയാണ്. അപ്പോൾ ചെന്ന് കയറിയ ഉടനെ തന്നെ ദേവയാനി അനാമികയോട് പറയുന്നുണ്ടായിരുന്നു, മോള് പോയി വല്യമ്മയ്ക്ക് ഒരു ഗ്ലാസ് ചായ എടുത്തുകൊണ്ട് വാ എന്ന് പറയും. അപ്പോൾ രേവതി വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ചായ എടുത്തു കൊണ്ടുവരുന്നത് എൻ്റെ മോളാണെങ്കിലും അതിട്ടത് ഇവളല്ലേ, അതുകൊണ്ടൊന്ന് സൂക്ഷിക്കണം, ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അത് പലിശ സഹിതം തിരിച്ചു തരുന്നവളാണ് എന്നൊക്കെ പറയട്ടെ. അപ്പം നയന പറയും, അങ്ങനെ സംശയമുള്ളവർ സ്വന്തം ചായ ഇട്ടങ്ങ് കുടിക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ദേവയാനി ആണെങ്കിലും നയനയോട് പറയുന്നുണ്ടായിരുന്നു, എനിക്ക് നല്ല ക്ഷീണമുണ്ട്, അതുകൊണ്ട് എൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കാതെ ഇവിടെ നിന്ന് ഇങ്ങനെ കഴിയുന്നത് എൻ്റെ മുന്നിലേക്ക് വരാതെ നോക്കണം എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ നയന അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അനാമിക ചായ കൊണ്ട് ദേവയാനിക്ക് കൊടുക്കുകയാണ്. ദേവയാനി ആണെങ്കിലും അത് ഭയങ്കര സന്തോഷത്തിൽ വാങ്ങിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ചായ ഇട്ടത് അവളാണെങ്കിലും അത് കൊണ്ടുവന്ന് തന്നത് മോളല്ലേ, അതുകൊണ്ട് നല്ല ചായ ആയിരിക്കും എന്ന് പറയട്ടെ. അപ്പോൾ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി അമ്മയും മോളും കൂടെ നിന്ന് ചിരിക്കുകയാണ്. പിന്നീട് രേവതിയും അനാമികയും കൂടെ സംസാരിക്കുകയാണ്. അപ്പോൾ ജലജയാണെങ്കിലും ഇങ്ങനെ അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. അവരിങ്ങനെ നവ്യയുടെ വയറ്റിലെ കുഞ്ഞിനെ കൊല്ലാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഇവരുടെ സംസാരം എപ്പോഴും മാറി നിന്ന് കേൾക്കുന്നത് നല്ലതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവിടെ തന്നെ നിൽക്കുകയാണ് കേട്ടോ, ഇവരുടെ സംസാരം കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അനാമികയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ചേച്ചിയുടെ വയറ്റിലൊരു കുഞ്ഞുള്ളതുകൊണ്ട് ഇങ്ങനെ അനിയത്തി ചേച്ചിക്ക് എന്നും ഒരു ഗ്ലാസ് പാല് കൊടുക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് ആ പാലിൽ ആ മരുന്ന് ചേർക്കാം എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. ഇനിയിപ്പോൾ പാലെങ്ങാനും അവൾ കൊണ്ടുപോയി ആദർശിന് കൊടുക്കുമോ എന്നൊക്കെ രേവതി ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയൊന്നും വരാൻ വഴിയില്ല, ഇനിയിപ്പോൾ അങ്ങേർക്ക് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ അയാളുടെ ശബരിമല പോക്ക് മുടങ്ങുന്നേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. എനിക്ക് അയാളോട് വലിയ സിമ്പതിയൊന്നുമില്ല, കാരണം ഇവിടെ എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞ ഒരുത്തനുണ്ടല്ലോ, അവനാണെങ്കിൽ ഇങ്ങനെ ഭാര്യേനേക്കാളും അച്ഛനെയും അമ്മേനേക്കാളും ഒക്കെ സ്നേഹം അവൻ്റെ ഏട്ടനോടും അതുപോലെ തന്നെ മുത്തശ്ശനോടും മുത്തശ്ശീനോടും ഒക്കെയാണ്, ഇപ്പോൾ നയനയോടും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അനാമികയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല. എന്തായാലും ആ പാലിൽ മരുന്ന് ചേർത്ത് കുഞ്ഞിനെ കളയാനുള്ള പരിപാടി തന്നെയാണ് കേട്ടോ രണ്ടും കൂടെ. ഇനിയിപ്പോൾ അച്ഛൻ പറഞ്ഞ സ്ഥിതിക്ക് ഇങ്ങനെ ആ മരുന്നുള്ളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അവളൊരു 2 ആഴ്ച ഹോസ്പിറ്റലിലായിരിക്കും കിടക്കുന്നത്. അങ്ങനെ വയറ്റിലെ കുഞ്ഞ് പോയി കിടക്കുന്ന അവളെ എനിക്കൊന്ന് പോയി കാണണം എന്നൊക്കെ ഇങ്ങനെ അനാമിക പറയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നയനയ്ക്കും പണി കൊടുക്കണം എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവരെ രണ്ടുപേരെ ഇവിടുന്ന് പുറത്താക്കണം എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ജലജയ്ക്കാണെങ്കിലും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ജലജ ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ എൻ്റെ മോനോട് പോയിട്ട് അവളെ ഒന്നും കൂടി അങ്ങ് സ്നേഹിക്കാനൊക്കെ പറയട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയും ചെയ്യാണ് കേട്ടോ. പിന്നീട് അനാമികയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ അവളിങ്ങനെ ഹോസ്പിറ്റലിൽ ആവുന്ന സമയത്ത് മോള് ഇങ്ങനെ അനീനെ അതുപോലെ തന്നെ അനിയുടെ മുത്തശ്ശീനെയൊക്കെ കയ്യിലെടുത്തോണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അമ്മയും മോളും കൂടെ നയനേനെയും നവ്യേനെയും അനന്തപുരിയിൽ നിന്ന് പുറത്താക്കാനുള്ള പ്ലാനിങ്ങിലാണ്. പിന്നീട് ജലജ നേരെ അബിയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത്. അബിനോട് ചെന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, എല്ലാവരും അമ്പലത്തിലേക്ക് പോയി എന്ന് പറയും. അമ്മ അവളെ സ്നേഹിക്കാൻ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഇന്ന് ഞാൻ ഭഗവാന്റെ കാര്യം മറന്നത് എന്നൊക്കെ അബി തിരിച്ചും പറയാണ് കേട്ടോ. പിന്നീട് എന്തായാലും നീ അവളെ നന്നായിട്ട് അങ്ങ് സ്നേഹിക്കുക എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അബി സംശയം ചോദിക്കുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ ഞാൻ അവളെങ്ങനെ സ്നേഹിച്ചുകൊണ്ട് നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിലോ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ ജലജ പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ മാല ഇട്ടുകൊണ്ട് എല്ലാം ഇങ്ങനെ സംശയത്തോടു കൂടി ഇങ്ങനെ ചിന്തിക്കാതെ ഇങ്ങനെ അവൾ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് ഇങ്ങനെ അയ്യപ്പസ്വാമീനോട് പ്രാർത്ഥിക്കുമെന്ന് പറയും. അപ്പോൾ അബിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, മാലയിട്ട സമയത്ത് പോലും ഞാൻ അങ്ങനെ തന്നെയാണ് പ്രാർത്ഥിച്ചത് എന്നൊക്കെ പറയാണ് കേട്ടോ. എന്തായാലും ഇങ്ങനെ നീ അവളെ വിളിച്ചുകൊണ്ട് അവളുടെ വീട്ടിലേക്ക് പോയി അവിടെയുള്ളവരെ നന്നായിട്ട് സ്നേഹിക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് അതുപോലെ തന്നെ ഇങ്ങനെ കുഞ്ഞ് പോയി കഴിഞ്ഞ ശേഷം അവൾ ഇങ്ങനെ ഹോസ്പിറ്റലിലാവും, അപ്പോഴും നീ അവളെ കൈവെള്ളയിൽ വെച്ച് കൊണ്ട് നടക്കണം. പിന്നെ എന്തായാലും അപ്പോഴേക്കും അനാമികയും അമ്മയും കൂടെ അവളെ ഇവിടുന്ന് പുറത്താക്കാനുള്ള എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിക്കോളും. ഇനിയിപ്പോൾ അവർ കണ്ടെത്തിയില്ലെങ്കിലും ഞാൻ അവരെ അങ്ങ് ചൂട് പിടിപ്പിച്ചോളാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ജലജയാണെങ്കിലും. പിന്നീട് അതുപോലെ തന്നെ ഇങ്ങനെ അബി സംശയം പറയുന്ന സമയത്ത് ഇങ്ങനെ ദൈവങ്ങളെയൊക്കെ വിളിച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കുക, അവളെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവാൻ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു.
അതിനുശേഷം നീ ഒരൊറ്റ ഒരുത്തൻ കാരണമാണ് അവളുമാരൊക്കെ ഈ വീട്ടിലേക്ക് കയറി വന്നതെന്ന് എന്നും പറയുന്ന പോലത്തെ ഡയലോഗും ജലജ അടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെ അവളിങ്ങനെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയാൽ പിന്നെ ഇനി വേറെ കല്യാണം കഴിക്കണം, നല്ല സ്വത്തും പണമൊക്കെ ഉള്ള ഒരാളെ കല്യാണം കഴിക്കണം എന്നൊക്കെയാണ് കേട്ടോ അഭി പറയുന്നത്. എന്തായാലും ഞാൻ അനന്തപുരിയിലെ പയ്യനല്ലേ, അതുകൊണ്ട് ഇങ്ങനെ ആ ഒരു മൈലേജ് എനിക്ക് കിട്ടാതിരിക്കില്ലേ, അതുകൊണ്ട് രണ്ടാം ഘട്ടം എന്നുള്ള അതും അങ്ങ് പോയി കിട്ടിക്കോളും എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. പിന്നീട് അതുപോലെ തന്നെ ഞാൻ ഇങ്ങനെ പെൺകുട്ടീനെയൊക്കെ 2-3 പെൺകുട്ടികളെ കണ്ടു വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ നീ ആരെയും കണ്ടു വെക്കേണ്ട, ഇതുപോലത്തെ ഓരോന്നിനെയായിരിക്കും നീ കണ്ട് ഇങ്ങനെ വെച്ചുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. പിന്നെ അവളെ ഇവിടുന്ന് പുറത്താക്കുക, ഞാൻ എൻ്റെ തലച്ചോറ് ചൂട് പിടിപ്പിക്കണം, അതുകൊണ്ട് ഞാൻ തന്നെ കണ്ടു വെച്ചോളാം എന്നൊക്കെ പറയാണ്. പിന്നീട് ദേഷ്യത്തിൽ അബീനെ അവിടുന്ന് പറഞ്ഞയക്കുന്നുണ്ടായിരുന്നു. പോയി അവളെ സ്നേഹിക്കടാ, അവളെ വിളിച്ചുകൊണ്ട് അവിടെ വീട്ടിലേക്ക് പോകുന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തോടെ പറഞ്ഞ് അബീനെ അവിടുന്ന് പറഞ്ഞയക്കുകയാണ് കേട്ടോ ജലജ. പിന്നീട് അബി നേരെ നവ്യയുടെ അടുത്തേക്കാണ് വരുന്നത്. നവ്യയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ഇന്ന് പതിവിലും സുന്ദരിയായിട്ടുണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു, മനസ്സിന് അത്രയ്ക്കും സന്തോഷമുണ്ട്, അതുകൊണ്ടാണ് എന്നൊക്കെ പറയട്ടെ. അപ്പോൾ നീ പറയുന്നൊന്നും എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ നവ്യ പറയുന്ന സമയത്ത്, നീ വിശ്വസിക്കണം എന്നൊന്നും എനിക്കില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇനിയെന്നും അബി ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഡയലോഗ് അടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാലയിട്ട സമയത്തും ഇങ്ങനെ എനിക്ക് അയ്യപ്പസ്വാമിയുടെ ഒരു വിളി വന്നതാണ്, ഇങ്ങനെ നീ നിൻ്റെ ഭാര്യേനെ സ്നേഹിക്കാതെ എവിടെ പോയിട്ട് ഒരു കാര്യമില്ല എന്ന് ഇങ്ങനെ എന്നോട് പറയുന്ന പോലെ എനിക്ക് തോന്നി എന്നൊക്കെ പറയുമ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു, നിൻ്റെ സ്വഭാവം ഒന്നും മാറണേന്ന് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ദൈവങ്ങളെ നിനക്ക് നല്ല ബുദ്ധി തോന്നിപ്പിച്ചതാണെന്ന് തോന്നുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്യും കേട്ടോ. അപ്പോൾ എന്തായാലും അബി ചോദിക്കുന്നുണ്ടായിരുന്നു, നീ നിൻ്റെ വീട്ടിലേക്ക് നമ്മൾ വരുന്ന കാര്യം വിളിച്ചു പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ നവ്യ പറയും ഇല്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ എന്താ പറയണമെന്നിങ്ങനെ അബീനോട് ചോദിക്കുമ്പോൾ അയ്യോ ഒരിക്കലും വേണ്ട, അവർക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് പറയുകയും ചെയ്യാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ആദ്യമായിട്ടല്ലേ പോകുന്നത്, ഇനിയിപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരുക്കണമെങ്കിലോ എന്ന് പറയുമ്പോൾ അബി പറയുന്നുണ്ടായിരുന്നു, അതൊന്നും വേണ്ട, അത് അന്യ വീടൊന്നുമല്ലല്ലോ, അവിടെ ഉള്ളത് നമുക്ക് കഴിച്ചാൽ മതി എന്നൊക്കെ പറയാണ് കേട്ടോ. എന്തായാലും നമുക്ക് ഇറങ്ങിയാലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് അബീനോടാണെങ്കിലും പിന്നെ അബിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ നിന്നെ സ്നേഹിക്കുന്നതൊന്നും അമ്മയ്ക്ക് വലിയ ഇഷ്ടമായിട്ടില്ല, അതുകൊണ്ട് ഞാൻ അമ്മേനോടും പറഞ്ഞിട്ടുണ്ട്, ഇനി എനിക്ക് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് കൊടുക്കാനുള്ളതൊക്കെ അമ്മയുടെ ഇഷ്ടങ്ങളൊക്കെ നീ നടത്തി കൊടുത്തോ, പക്ഷേ എനിക്ക് തരാനുള്ള സ്നേഹം എനിക്ക് തന്നെ തന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയാനുണ്ട്. അപ്പോൾ എന്തായാലും നിന്നെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ പോകുന്നത് എല്ലാവരും കാണട്ടെ എന്ന് പറയുമ്പോൾ നിനക്ക് പേടിയുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കൊരു പേടിയില്ല, നീ എൻ്റെ കൂടെ ഉള്ളപ്പോൾ എൻ്റെ തൻ്റെ ഇടം കൂടുകയുള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ അവ ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു, നിൻ്റെ തൻ്റെ ഇടമൊക്കെ ഇന്നത്തോടുകൂടി അവസാനിക്കും എന്നിങ്ങനെ അപ്പം മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അനാമികയും അമ്മയും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അനാമിക ഇങ്ങനെ അമ്മേനോട് പറയുന്നുണ്ടായിരുന്നു, അമ്മയ്ക്കറിയാലോ പഠിക്കുന്ന കാലത്ത് പോലും എനിക്കിങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് ഇങ്ങനെ അഹങ്കാരം കാണിച്ചാൽ ഞാനതൊന്നും സമ്മതിച്ചു കൊടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെ വലിയ ഫ്രണ്ട്സും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. എന്നോട് അഹങ്കാരം കാണിച്ചവരൊക്കെ അനുഭവിച്ചിട്ടുള്ളൂ എന്നുള്ള രീതിയിലേക്കുള്ള സംസാരമാണ് കേട്ടോ. അപ്പോഴേക്കും അബിയും നവിയും കൂടെ ഇറങ്ങി വരുന്നത് കാണുമ്പോൾ അനാമിക പറയുന്നുണ്ടായിരുന്നു, ദാ വരുന്നു എന്നിങ്ങനെ പറയുകയും ചെയ്യും കേട്ടോ. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ടായിരുന്നു, രണ്ടുപേരും കൂടെ എങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഞങ്ങളൊന്ന് പുറത്ത് പോവുകയാണെന്ന് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നവ്യനെയാണെങ്കിലും ദേഷ്യത്തോടുകൂടി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ, നീ ഞങ്ങളുടെ കാര്യം നോക്കണ്ട, അപ്പോൾ ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം, നീ ഇങ്ങനെ അനീനെ മാറ്റിയെടുക്കാൻ നോക്ക് എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ അനാമികയ്ക്ക് അത് ഇഷ്ടാവുന്നില്ല കേട്ടോ. അനാമിക നന്നായിട്ട് തിരിച്ച് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് രണ്ടുപേരും കൂടെ തമ്മിൽ വഴക്കാവും. അനാമിക പറയുന്നുണ്ടായിരുന്നു, ഇന്നലെ മുതൽ ഇങ്ങനെ ഭാര്യേനെ ചതുർത്ഥിയായിരുന്നല്ലോ ഭർത്താവിനും, ഇപ്പം എന്താ അങ്ങനെ മാറിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പറയുന്നുണ്ടായിരുന്നു, മാല ഇട്ടതോടുകൂടി എനിക്ക് എൻ്റെ ഭാര്യേനെ സ്നേഹിക്കണം എന്നുള്ള ബോധം വന്നു. അപ്പോൾ രേവതി കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ മാല ഊരി കഴിഞ്ഞാൽ ഇവളെ ഇവിടുന്ന് പുറത്താക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെയാണ് തുടങ്ങുന്നത് വഴക്ക്. അപ്പോൾ ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം എന്നൊക്കെ ഇങ്ങനെ നവ്യം പറയുകയാണ്. പിന്നീട് നവ്യ പറയുന്നുണ്ടായിരുന്നു, പായസത്തിൽ മായം കലർത്തിയത് ഞാനാണെന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത്, എന്നിട്ട് ഇപ്പം എന്തായി എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ നീ തന്നെയല്ലേ എന്നോട് പറഞ്ഞത് നീയാണത് ചെയ്തത് എന്ന്. എന്നിട്ട് ഇങ്ങനെ പറയുന്ന സമയത്ത് നവ്യ പറയുന്നുണ്ടായിരുന്നു, ഞാൻ എപ്പോൾ പറഞ്ഞു നാവെടുത്താൽ കള്ളം മാത്രമേ അമ്മയും മോളും കൂടെ പറയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പെരുങ്കള്ളി കാട്ടുകള്ളി എന്നൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാനൊക്കെ ചെല്ലുമ്പോൾ അബി പിടിച്ച് മാറ്റുന്നുണ്ടായിരുന്നു, എന്താ നവ്യ ഇത്, നമ്മൾ നല്ലൊരു കാര്യത്തിന് പോവല്ലേ, അപ്പോഴാണോ ഇങ്ങനെ വഴക്ക് കൂടുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നവ്യേനെ വിളിച്ചുകൊണ്ട് അങ്ങ് പോവാണ് കേട്ടോ. നവ്യ അനാമികയും വായിൽ തോന്നിയൊക്കെ വിളിച്ച് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അനാമികയ്ക്ക് അങ്ങനെ തന്നെ ഉള്ളൊരു തിരിച്ചടി കൊടുത്തിട്ട് തന്നെയാണ് കേട്ടോ നവ്യ അങ്ങ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ദേഷ്യം കൂടെ ഉണ്ടായിരുന്നു അനാമിക
അനാമികയ്ക്ക്. അപ്പോൾ അനാമിക പറയുന്നുണ്ടായിരുന്നു എനിക്കിപ്പോൾ അവളെ അടിച്ച് പതപ്പിക്കാനുള്ള ദേഷ്യം ഉണ്ടെന്ന് പറയട്ടെ. അപ്പോൾ അതൊക്കെ ആ മരുന്ന് ചെയ്തോളും, അവളിങ്ങനെ ഇവിടെ കിടന്ന് പൊളയും, ഇങ്ങനെ ആ മരുന്നുള്ളിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടുന്നാ വേദന വരുന്നതെന്ന് അറിയാതെ അവൾ ഇവിടെ കിടന്ന് പൊളയുന്നു നമുക്ക് കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ അങ്ങ് സമാധാനിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ആ മരുന്ന് കൊടുക്കാന്നുള്ള ആ രീതിയിൽ. പിന്നീട് ഇങ്ങനെ പുറത്തു പോയാൽ അവർ തിരിച്ചു വരില്ലേ എന്നൊക്കെ ഉള്ള സംശയമൊക്കെ അനാമികയ്ക്ക് ഉണ്ടായിരുന്നു നേരത്തെ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത്. അപ്പോൾ അവൾ എന്തായാലും ഒരു ദിവസം പുറത്തു പോയാൽ തിരിച്ചു വരുമല്ലോ, അന്ന് നമുക്ക് കാര്യം നടത്താമെന്നും രേവതി പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ ഇവർ പോകുന്നത് കണ്ടിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇന്ന് എന്താ മോൾക്ക് ചെക്കപ്പ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. ഇനി അതും മോൾക്ക് എന്തെങ്കിലും അസ്വസ്ഥത തോന്നിയിട്ട് പോവുകയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അഭി പറയും ഞാൻ ഇവളെയും കൊണ്ട് ഇവളുടെ വീട്ടിലേക്ക് ഒന്ന് പോവുകയാണെന്ന് പറയുമ്പോൾ അവർക്കും വലിയ അത്ഭുതമാണ് കേട്ടോ. അങ്ങനെ പറയുമ്പോൾ അങ്ങനെ ഒരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ കല്യാണം കഴിഞ്ഞ ശേഷം. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അഭിയുടെയും മാറ്റം ആർക്കും അങ്ങ് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. നൈനി അപ്പോഴേക്ക് മുത്തശ്ശനും മുത്തശ്ശിക്കും കൂടെ ചായയും കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ നൈനിയും പറയുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് കേട്ടോ അഭിയുടെ സ്വഭാവം മാറിയപ്പോൾ തന്നെ മുത്തശ്ശനും സംശയമാണ് നവ്യനെ പോലെ തന്നെ. അപ്പോൾ ബുദ്ധിമാനായ കുറുക്കൻ്റെ സ്വഭാവം പെട്ടെന്ന് മാറുമ്പോൾ നമുക്ക് സംശയിക്കണമല്ലോ എന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ നവ്യം പറയുന്നുണ്ടായിരുന്നു കേട്ടോ ആ ഒരു സംശയം ഞാനും ചോദിച്ചു എന്നൊക്കെ പറയും. അപ്പോൾ അഭിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു എന്തായാലും ഇങ്ങനെ മാലയിട്ട ശേഷം ഞാൻ ഇങ്ങനെ വിചാരിച്ചു എൻ്റെ കുഞ്ഞാണല്ലോ, അതുപോലെ തന്നെ ഇവിടെ എല്ലാവരും കാത്തിരിക്കുന്ന കുഞ്ഞാണ് ഇവളുടെ വയറ്റിലുള്ളത്. അപ്പോൾ ഞാൻ കാരണം ആ കുഞ്ഞിൻ്റെ അച്ഛൻ കാരണം ഇങ്ങനെ ആ കുഞ്ഞിന് ഒരു ദോഷം വരരുത് എന്നുള്ള ചിന്ത എനിക്കുണ്ട് എന്നിങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഞാനല്ലാതെ ഇവളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കാൻ വേറെ ആരെയാ ഉള്ളത് മുത്തശ്ശ എന്നൊക്കെ അഭി ഇങ്ങനെ ചോദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജലജയ്ക്കും ഇങ്ങനത്തെ സ്വഭാവം ഉണ്ടല്ലോ, എന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും മുന്നിലേക്ക് വരുന്നതൊക്കെ. അപ്പോൾ അതും കൂടെ അവരിങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ ആണ്. അപ്പോൾ എന്തായാലും അവർ പോകാനായിട്ട് ഇറങ്ങുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതിനൊക്കെയാണ് കേട്ടോ അവർ പോയി കഴിഞ്ഞ ശേഷം ഇങ്ങനെ ഭയങ്കര സന്തോഷമുള്ളത്. അച്ഛനും അമ്മയും എപ്പോഴും പറയായിരുന്നു ചേച്ചീനെയും കൂട്ടി അഭി വീട്ടിലേക്ക് വരുന്നില്ലല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അവർ പോയി കഴിഞ്ഞ ശേഷം മോൾക്കാണല്ലോ ഭയങ്കര സന്തോഷം എന്നൊക്കെ മുത്തശ്ശനാണെങ്കിലും മുത്തശ്ശിയാണെങ്കിലും പറയുമ്പോൾ നൈന ഇങ്ങനെ ആ കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ. പിന്നീട് അതുപോലെ തന്നെ നവ്യയ്ക്കും ഇപ്പോൾ ഒരു കുഞ്ഞുണ്ടാവും, ഇനിയിപ്പോൾ അടുത്ത പേരക്കുഞ്ഞിനെ തരേണ്ടത് നിങ്ങളായിരിക്കണം എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുകയാണ്. ആ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഞങ്ങളും കാത്തിരിക്കുന്നത്, ഇങ്ങനെ മഹാസിദ്ധനായിട്ടുള്ള പുരോഹിതൻ പറഞ്ഞത് ഇതുവരെയും തെറ്റിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പുരോഹിതൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ ജാതകത്തിൽ നിങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളുണ്ടെന്നാണ്, അപ്പോൾ അത് ഇനി വൈകിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയും അതിനുള്ള പ്ലാനിങ്ങിൽ തന്നെ ആയിരുന്നല്ലോ ഇങ്ങനെ കുഞ്ഞുങ്ങൾ, അപ്പോൾ ദേവയാനിയല്ലേ ഇപ്പോൾ അങ്ങനെ വ്രതത്തിൻ്റെ കാര്യം പറഞ്ഞ് വന്നതെന്നൊക്കെ പറയും. പിന്നീട് നയന പൂജയൊക്കെ ചെയ്യാണ്. അപ്പോൾ ദേവയാനി അനാമികയും രേവതിയും കൂടെ അവിടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്പലത്തിൽ പോയവർ തിരിച്ചു വരുമ്പോൾ നയനമോള് പൂജയിലാണല്ലോ, എന്നിട്ട് എന്താ എല്ലാവരും ഇവിടെ നോക്കി നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു അവളല്ലേ പൂജ ചെയ്യുന്നത്, അതുകൊണ്ടാണ് അകത്തേക്ക് കയറാത്തതെന്ന് പറയും. പിന്നീട് അമ്പലത്തിൽ നിന്ന് വന്നവരെല്ലാവരും കൂടെ പൂജാമുറിയിലേക്ക് ചെല്ലുകയാണ്. അപ്പോഴേക്കും നയനയുടെ പൂജയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. എല്ലാവരും നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ആദർശാണെങ്കിലും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് പൂജ ചെയ്യുന്ന സമയത്ത് പോലും അമ്മയ്ക്ക് ഇങ്ങനെ നയനയോട് ദേഷ്യമാണല്ലോ. അപ്പോൾ ഇങ്ങനെ മല ചവിട്ടി 41 ദിവസം വ്രതം എടുത്ത് മല ചവിട്ടി വരുമ്പോഴേക്കും ഇങ്ങനെ അമ്മ നയനയെ സ്നേഹിക്കണം അങ്ങനെയൊക്കെയാണ് കേട്ടോ അയ്യപ്പസ്വാമിനോട് ആദർശ് പ്രാർത്ഥിക്കുന്നത്. പിന്നീട് നയന ഇങ്ങനെ കർപ്പൂരത്തട്ട് എടുത്തിട്ട് അതിങ്ങനെ കർപ്പൂരം കത്തിച്ചത് എല്ലാവർക്കും ഇങ്ങനെ തൊഴാനൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും ഇങ്ങനെ ഒഴിഞ്ഞ് ഇങ്ങനെ അതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് രേവതിയും അതുപോലെ തന്നെ അനാമികയും ദേവയാനിയൊക്കെ ഇഷ്ടപ്പെടാതെ നിൽക്കുകയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും പ്രാർത്ഥിച്ച് പൂജാമുറിയിൽ നിന്ന് ഇറങ്ങി പോവാണ്. അപ്പോൾ നയനയാണെങ്കിലും ഇറങ്ങി പോകുന്ന സമയത്ത് ഇങ്ങനെ രേവതി ഇങ്ങനെ പറയുകയും ചെയ്യാണ് എല്ലാവരെയും ഭക്തിമാർഗത്തിലൂടെ കയ്യിലെടുക്കുകയാണെന്ന് പറയും. അപ്പോൾ ദേവയാനി അതിനെ കൂട്ടുപിടിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു അതെ ഈ വീട്ടിലെ ആണുങ്ങളെയും ദൈവങ്ങളെയും അവൾ ഇങ്ങനെ കയ്യിലെടുത്ത് കഴിഞ്ഞു എന്നിങ്ങനെ പറയൂ കേട്ടോ. ഭക്തിമാർഗത്തിലൂടെ കയ്യിലെടുത്ത് കഴിഞ്ഞു എന്ന് പറയും. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.